മനീഷ് മഹിബാൽ കൂടി ചേരുന്നുണ്ട്. മനീഷ്, ഇന്ന് ഉയർന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. നാളെയും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനുണ്ടെന്ന് കൂടി പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നുവല്ലോ കോടതിയിലല്ലേ മനീഷ്? അതെ ഉന്മേഷ്, ഏറ്റവും സങ്കീർണമായ വിഷയം രണ്ട് കൂട്ടരും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ, മെഡിക്കൽ തെളിവുകളുണ്ട്. ഡിജിറ്റൽ തെളിവുകളിൽ ഈ വീഡിയോ ഒപ്പം തന്നെ ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത് പരിശോധിക്കാൻ കോടതിക്ക് ഇന്ന് ഒരു ദിവസം മാത്രം പോരാ. ഒപ്പം തന്നെ നാളെ രണ്ട് കൂട്ടരുടെയും അന്തിമമായിട്ടുള്ള വാദം കൂടി കേൾക്കും. രണ്ട് കൂട്ടരുടെയും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം അന്തിമമായി കേട്ട ശേഷം ഇത്തരം ഫയലുകൾ, ഈ ഡിജിറ്റൽ ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണം. ഒരു പക്ഷേ നാളെ തന്നെ അന്തിമ വാദം കേട്ട് നാളെ തന്നെ ഇത് സംബന്ധിച്ച് വിധി പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നാളെ ഈ അന്തിമ വാദം കേട്ട ശേഷം മറ്റന്നാളത്തേക്കോ അടുത്തൊരു ദിവസത്തേക്കോ ജാമ്യാപേക്ഷയിൽ തീരുമാനം പറയാൻ കോടതി അത് മറ്റന്നാളത്തേക്ക് നീട്ടിവെച്ചേക്കാം. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് നിലവിൽ സാധ്യതയുള്ളത്. ഇന്ന് കോടതിയിൽ നടന്നത് വളരെ അനിതര സാധാരണമായ പല സംഭവങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. കാരണം അടച്ചിട്ട മുറിയിൽ ഇരയും ഒപ്പം തന്നെ പ്രതിയും പ്രതിഭാഗവും ആവശ്യപ്പെട്ടതനുസരിച്ചായിരുന്നു അടച്ചിട്ട മുറിയിൽ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള പ്രതിവാദങ്ങൾ നടന്നത്. ഏറിയ സമയവും പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങളിൽ ഈ 7 ദിവസവും ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല. പ്രത്യേകിച്ചും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രതിയുടെ കൂടെയുള്ള കൂട്ടാളികളടക്കമുള്ള ആളുകൾ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളാണ്. അത്ര ആളുകളുടെ ശ്രമം നടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല, നിഷേധിക്കണമെന്ന് കോടതിയോട് സമർത്ഥിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. പക്ഷേ പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം ഇവിടെ കാതലായ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഗർഭചിത്രം നടത്തിയിട്ടില്ല. അത് ഇരയായ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ്. പെൺകുട്ടിയാണ് തന്റെ ഒരു സുഹൃത്തിന് ഇത് വേണം, ഇത്തരത്തിൽ ഗുളിക വേണം എന്നവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചതിന്റെ തെളിവുകൾ അടക്കം കോടതിയിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് കൂട്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിരത്തിയത് ശബ്ദശകലങ്ങൾ, ഒപ്പം തന്നെ വാട്സപ്പിൽ അയച്ച സ്ക്രീൻഷോട്ടുകൾ, വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ നിരന്തരമായി, അതായത് ഏകദേശം ഇവരുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന 2 വർഷത്തോളം കാലം ഇവർ തമ്മിൽ കൈമാറിയിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ, സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ മെസ്സേജുകളൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ തെളിവുകളാക്കിയാണ് രണ്ട് കൂട്ടരും കോടതിയിൽ എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട പെൺകുട്ടി നൽകിയ അല്ലെങ്കിൽ ഇര നൽകിയ രഹസ്യ മൊഴി കൂടി കോടതി ഇന്നത്തെ ദിവസം കേട്ടു. ഈ രണ്ട് കൂട്ടർ ഡിജിറ്റൽ തെളിവുകളൊപ്പം ഈ രഹസ്യ മൊഴി കൂടി കോടതി കേട്ട ശേഷമാണ് ഇത്തരം സങ്കീർണമായ വിഷയത്തിൽ കുറച്ചുകൂടി സാവകാശം കോടതി എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ കൂടി അന്തിമമായ വാദം പറയുക. ഇതിൽ പ്രോസിക്യൂട്ടറോട് പ്രതിഭാഗം ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ കോടതി നടപടികൾ നീണ്ടു പോകുന്നത് കൊണ്ട് ഇതിനിടയിൽ ഈ കോടതി നടപടി, അതായത് നാളെയോ മറ്റന്നാളോ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ ഈ വിധി പറയുന്നത് വരെ അറസ്റ്റ് തടയാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂട്ടറോട് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പക്ഷേ പ്രോസിക്യൂട്ടർ തന്റെ നിയമപരിധിയിൽ വരുന്ന കാര്യമല്ലത്. അത് അന്വേഷണ സംഘം പോലീസാണ്, എസ് ഐ ടി ആണ് ഇപ്പോൾ അറസ്റ്റ് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. കോടതി പറഞ്ഞാൽ, കോടതി ജാമ്യ അപേക്ഷ നിരസിക്കുക അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകുകയോ ചെയ്താൽ അതനുസരിച്ച് അന്വേഷണ സംഘത്തിന് നീങ്ങാം. പക്ഷേ ഇവിടെ കോടതി പറയാത്ത സാഹചര്യത്തിൽ പ്രോസിക്യൂട്ടർക്ക് പരിധിയുണ്ട്. പ്രോസിക്യൂട്ടർക്ക് സാങ്കേതികമായി നിയമപരമായി തന്നെ ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിധി പറയുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല കോടതി. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ്. ഈ അന്വേഷണ സംഘത്തിന് ഇനി വിധി പറയുന്നത് വരെയുള്ള ഏതാനും മണിക്കൂർ, പക്ഷേ നാളെ ഈ സമയത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ, മുൻകൂർ ജാമ്യം നിഷേധിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വരും. അത്രയും മണിക്കൂർ സമയം രാഹുലിനെ പിടികൂടാനുള്ള ഒരു സാവകാശ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അങ്ങനെയെങ്കിൽ സങ്കീർണമായ കേസിൽ പല കാര്യങ്ങളിലും വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്താൻ സാധിക്കും. പക്ഷേ നിലവിൽ ഇവിടെ പ്രതിഭാഗം ഉന്നയിക്കുന്നത് കോടതി ഇത് പരിഗണിക്കട്ടെ, രണ്ട് കൂട്ടർക്കും വിശദമായ വാദങ്ങളുണ്ട്. ഒപ്പം തന്നെ വാദഗതികൾ ഉയർത്തുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ഡിജിറ്റൽ തെളിവുകൾക്ക് അതിൻ്റെതായ സാവകാശം വേണം. അത് സ്ഥിരീകരിക്കാനും അതിന്റെ സാങ്കേതികത്വം പരിശോധിക്കാനും അത്തരം കാര്യങ്ങൾക്ക് കോടതിക്ക് സമയം വേണം. ആ കോടതിയുടെ സാവകാശം നൽകേണ്ടത് പ്രതിഭാഗത്തിന് കൂടി നൽകണം. കോടതിയുടെ സാവകാശം പ്രതിഭാഗത്തിന് നൽകുന്ന കാര്യത്തിൽ നിയമപരമായ പ്രശ്നമുണ്ടെന്നാണ് പ്രോസിക്യൂട്ടർ അറിയിച്ചത്. ഇതിന്റെ തുടർവാദം നാളെ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരിക്കും, നാളെ കോടതി പറയാൻ പോകുന്ന വാദഗതികൾ, അതായത് ഇവർ നിരത്തിയ വാദഗതിയിൽ കോടതിക്ക് കൂടി പറയാനുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തായിരിക്കും പ്രോസിക്യൂട്ടറോടോ പ്രതിഭാഗത്തോടോ കോടതിക്ക് പറയാനുള്ളത്? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ അന്തിമമായ വീഡിയോ ശകലങ്ങൾ പരിശോധിച്ച ശേഷം കോടതി ഇതിൽ തീരുമാനം പറയുന്നതിന് മുൻപ് തന്നെ മറ്റെന്തെങ്കിലും സാങ്കേതിക
സാങ്കേതിക പരിശോധനയ്ക്ക് ഇത്തരം വീഡിയോകൾ അയക്കണമോ, അതായത് കോടതി ഇത് പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ ഉള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഇത്തരം ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നത് കൂടി കോടതി പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിഷേധിച്ചിട്ടില്ല. രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ശബ്ദ സന്ദേശവും സ്ക്രീൻഷോട്ടും തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ തന്റേതെന്ന രീതിയിൽ പ്രചരിക്കുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടിനെ കൂടാതെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളുണ്ട്. അതിൽ തനിക്കെതിരായ ഏതാനും ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് തനിക്കെതിരായ പ്രചരണം നടത്തുന്നു. ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെയും സ്ക്രീൻഷോട്ടിനെ പുറത്താണ് കേസെടുത്തിരിക്കുന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി സമീപിച്ച ആശുപത്രി, ഗർഭചിത്രം നടത്തിയ ശേഷം സമീപിച്ച ആശുപത്രി, അവിടെ ഡോക്ടർമാരോട് നൽകിയ മൊഴി, അങ്ങനെ ഈ ഡോക്ടർമാരോട് നൽകിയ മൊഴികളടക്കമുള്ള മെഡിക്കൽ രേഖകളും ഈ പെൺകുട്ടി കഴിച്ച ഗുളിക അടക്കം അല്ലെങ്കിൽ ആശുപത്രിയിൽ സമീപിച്ചപ്പോൾ ചികിത്സാ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാദം അവിടെ നിലനിൽക്കില്ല എന്ന് കൂടി ഇവിടെ പ്രോസിക്യൂഷൻ പറയുന്നു. പക്ഷേ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോഴും 7 ദിവസം ആയും കാണാമറയത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ ജാമ്യം നൽകാൻ സാധിക്കും, അതുവരെ എങ്ങനെ അറസ്റ്റ് തടയാൻ സാധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ ചോദ്യം. എന്താണെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത വാദം, രണ്ട് കൂട്ടരുടെയും വാദം കേട്ട ശേഷം കോടതി വിധി പറയും. നാളേക്ക് തന്നെ വിധി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്താണെങ്കിലും കോടതി ഇതിൽ സാവകാശം തേടുന്നത് ഡിജിറ്റൽ രേഖ പരിശോധിക്കാനും രണ്ട് കൂട്ടരുടെയും അന്തിമമായ വാദഗതികൾ കേൾക്കാനും കൂടിയാണ്. ഉന്മേഷ്, ഈ സമാന്തരമായി പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്, മനീഷ്? ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസ് ഇതൊരു അഭിമാന വിഷയമായി തന്നെ മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള ഈ ഒരു ഒളിച്ചുകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കടന്നു. അത് ചുമന്ന വാഹനത്തിൽ, ഒരു സുഹൃത്തിന്റെ വാഹനത്തിലാണ് പോയത്. പിന്നീട് അവിടെ നിന്നും ബംഗലൂരു എന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് കർണാടകയിലെത്തി. ഇത്തരം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചാൽ അത് ഈ കേസിന് ഏറ്റവും വലിയ തിരിച്ചടി, അല്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള സാധ്യത മങ്ങലാകും അന്വേഷണ സംഘത്തിന്. കാരണം നിലവിൽ അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്തിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഈ പ്രത്യേകിച്ചും ഇൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ഏതൊക്കെ തെളിവുകളാണ് കൊടുത്തത്, എന്തൊക്കെ ആ തെളിവുകളുടെയൊക്കെ തന്നെ സാങ്കേതികത്വം എന്താണ്, അതിന് കോടതിയിൽ എത്രത്തോളം അസ്തിത്വമുണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ഏത് ഗ്രൗണ്ടിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്കൊന്നും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം തെളിവുകൾ കോടതിയിൽ സമർത്ഥിക്കാൻ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കും. അങ്ങനെ ജാമ്യം ലഭിച്ചാൽ ഈ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കൂടി കഴിയാത്തത് കൊണ്ട് പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക മാത്രമായിരിക്കും അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഒരു പോംവഴി. അതുകൊണ്ട് എങ്ങനെയും പ്രോസിക്യൂഷനെ മുൻനിർത്തിക്കൊണ്ട് വാദഗതികൾ നിരത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കും. ഒപ്പം തന്നെ അതിനു മുൻപേ തന്നെ നാളെയോ മറ്റന്നാളോ മുൻപ് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുക എന്ന നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KPCC അടക്കം രാഹുലിനെതിരായ നടപടി അട്ടിമറിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കും കോടതി എടുക്കുന്ന തീരുമാനം, അതുകൂടി വന്നത് ശേഷം മാത്രം മതി രാഹുൽ MLA സ്ഥാനം അടക്കമുള്ളത് രാജിവെക്കേണ്ട. ഏതായാലും നാളെയും വാദം തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.